11 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം റിയാദ് മെട്രോ നീങ്ങിത്തുടങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മെട്രോ ലൈൻ കൂടിയാണ് ഇതോടൊപ്പം പൂർത്തിയാകുന്നത്. എന്തൊക്കെയായിരിക്കും റിയാദ് മെട്രോ റിയാദിന് സമ്മാനിക്കാൻ പോകുന്നത്? ഒടുവിൽ നീങ്ങിത്തുടങ്ങുകയാണ് ഡ്രൈവറില്ലാതെ റിയാദിൻ്റെ മെട്രോ. 2013 നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണ് 10 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാവുന്നത്. സൗദി തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ മാറ്റുന്നതാകും ഈ പദ്ധതി. ഈ മാസം 27-നാണ് യാത്രക്കാർക്കായി മെട്രോ തുറക്കുക. നീല, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, വയലറ്റ് എന്നീ 6 നിറങ്ങളിലാണ് ട്രെയിൻ സർവീസുകൾ. റെയിൽപാതക്കും ട്രെയിനുകൾക്കും ഒരേ നിറം തന്നെയാണുള്ളത്. മെട്രോ സ്റ്റേഷനുകളെയും നഗരത്തിലെ മുക്കുമൂലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റിയാദ് ബസ് സർവീസ് നേരത്തെ ആരംഭിച്ചിരുന്നു. ഈ ബസ് സർവീസിനെ ട്രെയിൻ സർവീസുമായി ബന്ധിപ്പിക്കും. ആദ്യഘട്ടത്തിൽ 3 ലൈനുകളാണ് തുറക്കുക. ഒലയ്യ, ബത്ഹ, അൽഹൈർ, ബ്ലൂ ലൈനാണ് ഇതിൽ ഒന്നാമത്തേത്. കിങ് അബ്ദുള്ള റോഡിന് സമാന്തരമായി പോകുന്ന റെഡ് ലൈനും ഇതോടൊപ്പം തുറക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റോഡിനും ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ റോഡിനും സമാന്തരമായ വയലറ്റ് ലൈനും ഈ ഘട്ടത്തിൽ ഉണ്ട്. ഈ ട്രാക്കുകളിലായിരിക്കും ആദ്യം ട്രെയിൻ ഓടിത്തുടങ്ങുക. അവശേഷിക്കുന്ന 3 ലൈനുകളിൽ ഡിസംബർ 5 മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കും. മദീന മുനവ്വറ റോഡിനും സൗദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അവൽ റോഡിനും സമാന്തരമായ ഓറഞ്ച് ലൈനാകും ഇതിൽ 2ാം ഘട്ടത്തിൽ ആദ്യം തുറക്കുക. റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള യെല്ലോ ലൈനിലും ഇതോടൊപ്പം മെട്രോ സർവീസ് ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് റോഡിന് സമാന്തരമായ ഗ്രീൻ ലൈനിലും ട്രെയിനുകൾ ഓടും. ഇതോടെ റിയാദിലെ മെട്രോ ട്രെയിൻ പദ്ധതി പൂർണ്ണമാകും. റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയുടെ കീഴിലാണ് മെട്രോയുടെ നടത്തിപ്പ്. മെട്രോ സർവീസ് റിയാദിൽ നിലവിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് റിയാദിലെ സ്വദേശികളായാലും പ്രവാസികളായാലും ആരായാലും. അതൊരു 20 മുതൽ 30% വരെ ആ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 176 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ ഒരു ലൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പ്രവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചാണ്. കാരണം എയർപോർട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് ഈ ലൈനുകൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബസ് റൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ അതോറിറ്റി വലിയ രീതിയിലുള്ള ടിക്കറ്റ് ഡിസ്കൗണ്ട് നിരക്കിൽ ടിക്കറ്റ് നിരക്ക് കൊടുക്കാനുള്ള ചില പദ്ധതികളും പരിപാടികളും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവരുടെ ജോലി സമയത്ത് കൃത്യമായി എത്തുവാൻ, ഗതാഗത കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പൊതുഗതാഗതം തുറന്നു കൊടുക്കുന്ന വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു വലിയ പ്രൊജക്റ്റിനാണ് സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ നേതൃത്വം കൊടുക്കുന്ന അതോറിറ്റി ഈ പ്രവാസികൾക്ക് വേണ്ടി, സ്വദേശികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ട്രെയിൻ നിരക്കുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മെട്രോ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ടിക്കറ്റ് നിരക്കിൽ 20 മുതൽ 30% വരെ ഇളവ് ഏർപ്പെടുത്തിയേക്കും. റിയാദ് ബസ് സർവീസിൽ ഉപയോഗിക്കുന്ന ദർബ് കാർഡുകളും ബാങ്കുകളുടെ ATM കാർഡുകളും ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ അനുവാദമുണ്ടാകും. കഴിഞ്ഞ കുറേ കാലമായി റിയാദിലെ ഉപരിതല ഗതാഗത രംഗത്ത് എപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് യാത്രാക്കുരുക്ക്. അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലും ഉപരിതല ഗതാഗത രംഗത്ത് ഒരു വലിയ വിപ്ലവത്തിൻ്റെ തുടക്കമായിരിക്കും മെട്രോയുടെ ഉദ്ഘാടനം. മറ്റ് ലോകത്തിലെ മഹാനഗരങ്ങളെ കിടപിടിക്കുന്ന രീതിയിലുള്ള അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ചാണ് റിയാദിലും ഈ മെട്രോ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ആയി മെട്രോയുടെ പണി തുടങ്ങിയിട്ട്. എന്നാലും ദ്രുതഗതിയിൽ പണി പൂർത്തീകരിച്ച് യാത്രായോഗ്യമാക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല. എന്തായാലും ഇനിയുള്ള കാലം 2030 എന്ന പദ്ധതിയുടെ ഭാഗമായി
റിയാദിലും സൗദി അറേബ്യയിലും നടക്കുന്ന വികസന കുതിപ്പിന് ആക്കം കൂട്ടാൻ മെട്രോയുടെ ഉദ്ഘാടനം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു പുറമെ റിയാദ് സീസൺ പോലുള്ള പരിപാടികൾ വഴി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിനോദസഞ്ചാരികളെ സൗദി അറേബ്യ ആകർഷിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ആക്കം കൂട്ടാനും ഈ വിനോദസഞ്ചാര രംഗത്ത് വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കാനും ഈ തീരുമാനം വഴിയും ഈ ഉദ്ഘാടനം വഴി കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോകത്തെ ഏറ്റവും ദൈർഘ്യമുള്ള മെട്രോ ട്രെയിൻ പദ്ധതിയാണ് റിയാദിലേത്. തുടക്കകാലത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 1.89 ലക്ഷം കോടി രൂപയായിരുന്നു പദ്ധതി ചിലവ്. അന്തിമ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. 6 ലൈനുകളിലായി 176 കിലോമീറ്റർ ദൈർഘ്യമാണ് റിയാദിലെ മെട്രോക്ക് ആകെയുള്ളത്. ഇതിൽ 46.3 കിലോമീറ്റർ ദൂരം ഭൂമിക്കടിയിലൂടെയാണ് റെയിൽപാത പോകുന്നത്. BACS, ANM, ഫാസ്റ്റ് എന്നിങ്ങനെ 3 കൺസോർഷ്യങ്ങൾക്കായിരുന്നു നിർമ്മാണ പദ്ധതി. മെട്രോ ബോഗികൾ എത്തിച്ചു നൽകുന്നതും വ്യത്യസ്ത കമ്പനികളാണ്. ആകെ 470 മെട്രോ ബോഗികളാണ് സർവീസിലുണ്ടാവുക. ഇവ ഒറ്റയ്ക്കും കൂട്ടായും ചേർന്നുള്ളവ സർവീസിലുണ്ടാകും. 85 സ്റ്റേഷനുകളാണ് മെട്രോയിലുള്ളത്. ഇവയെ സൗദിയിലെ പൊതുഗതാഗത സർവീസിന് കീഴിലെ ബസ് സർവീസുമായും ബന്ധിപ്പിക്കുന്നുണ്ട്. 24 റൂട്ടുകളിലായി 776 സ്റ്റേഷനുകൾ ബസ് സർവീസിലുണ്ട്. 1083 കിലോമീറ്ററാണ് ഇതിൻ്റെ സർവീസ് ദൂരം. ഇത് ഘട്ടം ഘട്ടമായി ഇനിയും വർദ്ധിപ്പിക്കും. റിയാദ് മെട്രോയിലെ ഏറ്റവും ദൈർഘ്യമുള്ള 35 കിലോമീറ്റർ തുരങ്കപാത ഒലയ്യ ബത്ഹ അൽ-ഹൈർ ബ്ലൂ ലൈനിലാണ്. ബത്ഹയിലെ സ്റ്റേഷൻ തന്നെയാണ് ഏറ്റവും വലിപ്പമുള്ളവയിൽ ഒന്ന്. അബ്ദുള്ള രാജാവിൻ്റെ ഭരണകാലത്താണ് റിയാദ് മെട്രോയും ബസ് സർവീസും ഉൾപ്പെട്ട പൊതുഗതാഗത പദ്ധതി ആരംഭിച്ചത്. 2012 ഇതിന് മന്ത്രിസഭ അനുമതി നൽകി. 2013 നിർമ്മാണം ആരംഭിച്ചു. ഇന്ത്യൻ കമ്പനികളടക്കം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. നിലവിൽ സൗദിയിൽ വ്യത്യസ്തമായ ട്രെയിൻ സർവീസുകൾ സേവനം ചെയ്യുന്നുണ്ട്. മക്ക മദീന ഹറമൈൻ എക്സ്പ്രസ് ട്രെയിൻ, ഹജ്ജ് നഗറുകളെ ബന്ധിപ്പിക്കുന്ന മഷായർ മെട്രോ സർവീസ്, ദമാമിനെയും അൽജോഫിനെയും ബന്ധിപ്പിക്കുന്ന നോർത്ത് ഈസ്റ്റ് ട്രെയിൻ സർവീസ്, കാർഗോ ട്രെയിനുകൾ, റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ മോണോ റെയിൽ എന്നിവയാണ് നിലവിലുള്ള ട്രെയിൻ സർവീസുകൾ. റിയാദ് മെട്രോയുടെ വരവോടെ സൗദിയിലെ ആദ്യത്തെ പൊതുജന മെട്രോ പദ്ധതിയാണ് പൂർത്തിയാകുന്നത്. ഏഷ്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ പട്ടികയിൽ റിയാദ് ഒന്നാമതാണ്. ട്രാഫിക് കുരുക്കിൽ റിയാദിലുള്ളവർ പെടുന്നത് സ്ഥിരം കാഴ്ചയായിട്ടുണ്ട്. ഇതിനിടയിൽ മെട്രോയുടെ വരവോടെ തിരക്ക് കുറയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.